أجمعين أما بعد നോമ്പുകളെല്ലാം ഏൽപ്പിച്ചിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കട്ടെ. അവരുടെ നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകൾ നീ മനസ്സിലാക്കി തന്ന റഹ്മാനെ. വിശുദ്ധമായ തറാവീഹ് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങളും നീ കബൂലാക്കണേ അല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇതിലെല്ലാം ഹദ്റത്തിലേക്ക് നീ എത്തിക്കണം റഹ്മാനെ. ഇത് കാരണമായി സ്വർഗം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അവരുടെ പ്രവർത്തനങ്ങളിലും ബിസിനസ്സുകളിലും ഏർപ്പാടുകളിലും കുടുംബത്തിലും ദീർഘായുസ്സോടുകൂടിയുള്ള ആഫിയത്തും ആരോഗ്യവും നീ നിലനിർത്തി അനുഗ്രഹിക്കണം അല്ലാഹ്. അവർക്കും നമുക്കും എല്ലാ ഖൈറിന്റെ കവാടങ്ങളും നീ തുറന്നതെന്ന് അനുഗ്രഹിക്കണം അല്ലാഹ്. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, 3 ആളുകൾ ഒരു യാത്ര ചെയ്യുകയാണ്. ആ 3 ആളുകളെ കുറിച്ച് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ചരിത്രം അല്ലാഹുവിന്റെ ഹബീബ് പറയുകയുണ്ടായി. യാത്രയുടെ ഇടയിൽ അവർ വിശ്രമിക്കാൻ വേണ്ടി ഒരു ഗുഹയുടെ അകത്തളങ്ങളിലേക്ക് അവർ പോവുകയാണ്. ഗുഹയുടെ അകത്തളങ്ങളിൽ എത്തിയപ്പോൾ ആ 3 ആളുകൾ പോയ ആ ഗുഹയുടെ കവാടം അടക്കുകയാണ്. കവാടം അടഞ്ഞപ്പോൾ പുറത്തു വരാനും കഴിയാതെ വളരെയേറെ പ്രയാസപ്പെട്ട 3 ആളുകൾ. അങ്ങനെ ഗുഹയുടെ പുറത്തു വരാൻ എന്താണ് ചെയ്യുക എന്നവർ ആലോചിച്ചു. അവസാനമായി 3 ആളുകളും കൂടി തീരുമാനിച്ചു, ഗുഹയിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി യജമാനായ റബ്ബിനോട് ഞങ്ങൾ ചെയ്തതായ അമലുകൾ തവസ്സുൽ ചെയ്തുകൊണ്ട് അല്ലാഹുവിനോട് ചോദിക്കാൻ വേണ്ടി, പ്രാർത്ഥിക്കാൻ വേണ്ടി 3 ആളുകൾ തീരുമാനമെടുക്കുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, അതിൽ ഒന്നാമതായ ഒരാൾ റബ്ബിനോട് ചോദിക്കുകയാണ്, അല്ലാഹുമ്മ ഇൻ കാന അബവൈനി ശൈഖാനി കബീറാൻ, പടച്ച റബ്ബുരാനെ, എനിക്ക് പ്രായമേറിയതായ മാതാപിതാക്കളുണ്ട്. ഞാൻ ജോലിക്ക് പോയി തിരിച്ചു വന്നാൽ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് പാല് കൊടുക്കാതെ ഞാൻ കിടന്നുറങ്ങാറില്ല റബ്ബേ. ഒരു ദിവസം ജോലി കഴിഞ്ഞ് വരുമ്പോൾ കുറെ രാത്രിയായിരുന്നു. ആ രാത്രിയിൽ വരുമ്പോൾ എന്റെ മാതാപിതാക്കൾ കിടന്നുറങ്ങിയിരിക്കുകയാണ്. പാല് കൊടുക്കാൻ വേണ്ടി ഇവിടെ ഞാൻ കാത്തിരുന്നു. തൊട്ടടുത്ത് എന്റെ കുഞ്ഞ് കരയുകയാണ്. ആ കുഞ്ഞുക്കൊന്ന് കൊടുക്കാതെ ഞാൻ ഉദ്ദേശിച്ച എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി കുറെ നേരം കാത്തിരുന്നു. പക്ഷേ അവർക്ക് ഞാൻ എഴുന്നേറ്റപ്പോൾ പാല് കൊടുക്കുകയും ചെയ്തു. അവരെ ഈ ചെയ്ത ഒരു സൽക്കർമ്മം നിന്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ടും അതേപോലെ തന്നെ അല്ലാഹുവേ നല്ല നിയ്യത്തോടു കൂടിയാണ്, നിന്റെ വചനം ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് പടച്ചവനെ, നീ ഈ കവാടം നീ തുറന്നു തരണേ എന്ന് ആ നല്ല സാലിഹായ നല്ല അമല് മുൻനിർത്തിക്കൊണ്ട് അയാൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഇൻ കുന്തു ഫഅൽതു ദാലിക ഇബ്തിഗാഅ വജ്ഹിക ഫഫദ്ദിജ് അന്നാ. പടച്ചവനെ, ഇത് നിന്റെ വചനം ഉദ്ദേശിച്ചുകൊണ്ട് നിന്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് ഈ കവാടം ഒന്ന് തുറന്നു തരണേ എന്ന് ദുആ ചെയ്തപ്പോൾ ആ പാറക്കല്ല് അല്പം അങ്ങോട്ട് നീങ്ങുകയാണ്. വീണ്ടും രണ്ടാമനായ ആൾ അല്ലാഹുവിനോട് തവസ്സൽ ചെയ്തുകൊണ്ട് ദുആ ചെയ്യുകയാണ്. പടച്ച റബ്ബുരാനെ, എനിക്ക് എന്റെ എളാപ്പയുടെ ഒരു മകളുണ്ടായി. അവളെ ഞാൻ വല്ലാത്ത ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി റബ്ബേ. ഞാൻ അവളുടെ ശരീരം ആഗ്രഹിച്ചിരുന്നു.
എനിക്കത് കിട്ടിയിരുന്നില്ല. ഒരവസരത്തിൽ അവർക്ക് ഒരു പണത്തിന്റെ ആവശ്യം വന്നു. അങ്ങനെ വന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവളുടെ ശരീരം ആവശ്യപ്പെടുകയും ഗത്യന്തരമില്ലാതെ അവൾ സമ്മതിക്കുകയും ചെയ്തു. ഞാൻ അവൾക്ക് ഒരു സ്വർണം കൊടുത്തിരുന്നു. അല്ലാഹുവേ, അങ്ങനെ ആ അവസരം ഞാൻ മുതലെടുത്തുകൊണ്ട് ആരാരുമില്ലാത്ത വീടിന്റെ അകത്തളങ്ങളിൽ ചെന്ന് അവളുമായി സമ്പർക്കത്തിൽ ഏർപ്പെടാൻ പോകുന്ന സമയത്ത് അല്ലാഹുവിനെ ഭയപ്പെടണേ, അല്ലാഹുവിനെ പേടിക്കണേ എന്ന് ആ പെണ്ണ് പറഞ്ഞപ്പോൾ ഞാൻ നെറ്റിത്തിരിച്ച് എഴുന്നേറ്റ് പടച്ചവനെ ആ മോശമായ പ്രവണതയിൽ നിന്ന് ഞാൻ ഒഴിവായി നിൽക്കുകയും ഞാൻ കൊടുത്ത ആ സ്വർണം അവളിലേക്ക് തന്നെ നിന്റെ പൊരുത്തത്തിലായി കൊടുക്കുകയും പടച്ചവനെ ഈ കർമ്മം ചെയ്തത് നിന്റെ വജഹ്, നിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടാണ്. അല്ലാഹുമ്മ ഇൻ കുന്തു ഫഅൽതു ദാലിക ബിദിറാഅ വജ്ഹിക ഫഫദ്ദിജ് അന്നാ. പടച്ചവനെ അത് മുൻനിർത്തിക്കൊണ്ട് നിന്നോട് യാചിക്കുകയാണ് റബ്ബേ, നീ ആ പാറക്കല്ലൊന്ന് നീക്കി തരണേ എന്ന് ദുആ ചെയ്തപ്പോൾ വീണ്ടും അല്പം പാറക്കല്ല് നീങ്ങുകയാണ്. അയാൾക്ക് പുറത്തു പോകാൻ കഴിയുന്നില്ല. അവർ വീണ്ടും മൂന്നാമതായി ഒരാൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. പടച്ചവനെ, ഞാൻ എൻ്റെ അടുക്കൽ ഒരു വേലക്കാരൻ, ജോലി ചെയ്യുന്ന ഒരു പണിക്കാരൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എല്ലാവർക്കും ശമ്പളം കൊടുത്തു. അയാൾക്ക് കൊടുക്കാൻ പോകുമ്പോൾ പിന്നെ തന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്ന് പോയി. അയാളുടെ ആ ശമ്പളത്തിൽ നിന്ന് ഞാൻ കൃഷി ചെയ്തു, അതുപോലെ തന്നെ ആട് വാങ്ങി. അതൊരുപാട് ഇങ്ങനെ വളർന്ന് പന്തലിക്കുകയാണ്. ഒരു അവസരത്തിൽ അയാൾ വന്നുകൊണ്ട് ശമ്പളം ചോദിച്ചപ്പോൾ ഈ കാണുന്ന മുഴുവൻ ആടുകളും ഒട്ടകങ്ങളും കൃഷികളെല്ലാം നിന്റെ ശമ്പളമാണെന്ന് പറഞ്ഞു. അപ്പേ അയാൾ പറഞ്ഞു, എന്നെ നിങ്ങൾ കളിയാക്കുകയാണ്. അങ്ങനെ അയാൾ പറഞ്ഞു, അല്ല, ഇതെല്ലാം നിങ്ങളുടെ ശമ്പളത്തിൽ ഉണ്ടായതാണെന്ന് പറഞ്ഞ അയാൾക്ക് ഞാൻ മുഴുവനും കൊടുത്തു. പടച്ചവനെ, ഇതെല്ലാം നിന്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് നിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് ഞാൻ ചെയ്തത് റബ്ബേ. അതുകൊണ്ട് ഈ കല്ലിനെ നീക്കി തരണേ എന്ന് ആ മൂന്ന് ആളുകളുടെ പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയുടെ ഫലമായി ആ കല്ലുകൾ നീങ്ങുകയും അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ സംഭവത്തിലൂടെ നാം പഠിക്കുന്നത്, എത്ര വലിയ പർവ്വത സമാനമായ, എത്ര വലിയ പാറക്കല്ല് പോലത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിലും യജമാനായ റബ്ബിനോട് നാം ചെയ്തതായ നിഷ്കളങ്കമായ, നമ്മുടെ നിയ്യത്ത് നന്നാക്കിയതായ നല്ല പ്രവർത്തനങ്ങളെ കൊണ്ട് മുന്നിരുത്ത് ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദുആക്ക് ഉത്തരം ചെയ്തു തരും എന്നാണ് ഇതിലൂടെ നമുക്ക് പാഠം ഉൾക്കൊള്ളാൻ കഴിയുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ നിയ്യത്തുകൾ നന്നാക്കണം. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. നമ്മുടെ അമലുകൾ, നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സ്വഹീഹാകണമെങ്കിൽ നിയ്യത്ത് അത്യാവശ്യമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പറയുകയാണ്, ആരാണോ നിയ്യത്ത് നന്നാക്കുന്നത് ആ നിയ്യത്ത് നന്നാക്കിയവന് അല്ലാഹ് മതി എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പറയുകയുണ്ടായി. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പ്രഭാത ക്ലാസ്സിൽ പറഞ്ഞു വന്നു, മഹാനവറുകൾ പറഞ്ഞത്, ഞാൻ ഏറ്റവും കൂടുതൽ ജിഹാദ് ചെയ്തത് നിയ്യത്ത് നന്നായി കിട്ടാൻ വേണ്ടിയാണ്. ഞാൻ ഏറ്റവും വലിയ ജിഹാദ് ചെയ്തതെന്ന് ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരി റളിയല്ലാഹു തആല പറയുകയുണ്ടായി. അതുപോലെ തന്നെ മഹദിയായ ബിബി റാബിയത്തുൽ അദവിയ റളിയല്ലാഹു തആല ഒരിക്കൽ പറയുകയുണ്ടായി, അല്ലാഹുവേ, ഞാൻ ചെയ്യുന്ന അമലുകൾ നരകത്തിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ അല്ലാഹുവേ, എന്നെ നീ നരകത്തിലിട്ട് നീ കരിച്ചു കളയണമേ. അതല്ല, ഞാൻ സ്വർഗത്തിന് വേണ്ടിയാണെങ്കിൽ എന്നെ നീ സ്വർഗത്തിൽ നിന്ന് നീ ദൂരീകരിക്കണമേ. പടച്ചതമ്പുരാനെ, ഞാൻ ചെയ്യുന്ന അമലുകൾ, എന്റെ നിയ്യത്തുകൾ നന്നാക്കി, എന്റെ പ്രവർത്തനങ്ങൾ നന്നാക്കി നിന്റെ വജ്ഹ്,
നിന്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് നിന്റെ ലിഖാഹ് കാണാൻ വേണ്ടി, നിന്നെ കാണാൻ വേണ്ടിയാണ് ഞാൻ അമലുകൾ ചെയ്യുന്നതെങ്കിൽ പടച്ചവനെ അതിൽ നിന്ന് എന്നെ ദൂരീകരിക്കരുത് റബ്ബേ എന്ന് മഹദി റാബിയത്തുൽ അദവിയ റളിയല്ലാഹു തആല ഒരിക്കൽ പറയുകയുണ്ടായി. അപ്പോൾ പറഞ്ഞു വന്നത് അവരുടെ ആ നിഷ്കളങ്കമായതായ ഇബാദത്തുകളും പ്രവർത്തനങ്ങളും ഇതെല്ലാം റബ്ബിന് വേണ്ടിയും അവരുടെ നിയ്യത്തുകൾ റബ്ബ് തൃപ്തിപ്പെടാൻ വേണ്ടി, മറ്റൊരാൾ കാണാൻ വേണ്ടി, റിയാഇന് വേണ്ടിയല്ല എന്ന് നമുക്കൊക്കെ ഈ ചരിത്രങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ ബഹുമാനപ്പെട്ട സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ഹബീബേ, ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് നിഷ്കളങ്കത, ഇഖ്ലാസ് കിട്ടുന്നില്ല നബിയെ, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വഹാബ, നിങ്ങൾ അടുത്ത സമയം മരിക്കുമെന്നുള്ള മരണത്തിന്റെ ചിന്ത നിങ്ങൾ അധികരിക്കുക എന്ന് സ്വഹാബത്തുൽ കിറാമിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അങ്ങനെ മരണചിന്ത അധികരിക്കുമ്പോൾ നിങ്ങളിൽ ഇഖ്ലാസ് ഉണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. ദിക്റുൽ മൗത്ത്, മരണത്തിനെ സ്മരിക്കുക എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നമുക്ക് ഇഖ്ലാസ് ലഭിക്കാൻ നമ്മുടെ ഖൽബുകൾ, നമ്മുടെ ഹൃദയങ്ങൾ ശുദ്ധിയായിരിക്കണം. ആ ഹൃദയം ശുദ്ധിയായാലേ നമുക്ക് അതിലൂടെ ഇഖ്ലാസ് അതിലേക്ക് കടന്നു ചെല്ലും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൽബ് ശുദ്ധിയാകാനുള്ള ഒരു വഴി ദിക്റുൽ മൗത്ത്, മരണത്തിനെ സ്മരിച്ചു കൊണ്ടിരിക്കുക. മറ്റൊന്ന് പറഞ്ഞത് തിലാവത്തുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത്. അത് അതിപ്രധാനമാണ്. ഖുർആൻ ഓതുന്ന ആള് മുസ്താഖത്തുൻ ഇലൽ ജന്ന, അവനെ സ്വർഗ്ഗം ആശിച്ചു കൊണ്ടിരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 4 വിഭാഗം ആളുകളെ സ്വർഗ്ഗം ആശിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആൾ. പഴയ കാലങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിൽ നമുക്കായി ഒരു ഖുർആൻ, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ ഉപ്പമാർക്കായിട്ടുള്ളതായ ഒരു വിശുദ്ധ ഖുർആൻ ഉണ്ടായിരുന്നു. ഇപ്പോഴെല്ലാം അതെല്ലാം ഇല്ലാതായി പോയി. ഇപ്പൊ മൊബൈലാണ്. മൊബൈൽ എന്നുള്ളത് അത് ഖുർആനായിട്ട് നമുക്ക് ഗ്രഹിക്കാൻ പറ്റില്ല. ഒരു PDF പോലെ നാം കണ്ണാടിയിൽ നോക്കുമ്പോൾ ആ കണ്ണാടിയിൽ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഒരു പ്രതിബിംബം പോലെയാണ് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ. അതുകൊണ്ടാണ് അത് തൊടുമ്പോൾ ഒതുവ് വേണ്ട എന്ന് പറഞ്ഞത്. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ വീട്ടിലുള്ളവർ, അവർക്ക് വേണ്ടിയുള്ള പ്രത്യേകം ഒരു മുസ്ഹഫ് ഉണ്ടായിരുന്നു. ഇത് എൻ്റെ ഉമ്മാന്റെ മുസ്ഹഫാണ്, ഇത് എൻ്റെ ഉമ്മ ഓതുന്ന മുസാഫാണ്, ഉപ്പ ഓതുന്ന മുസാഫാണ്. പ്രത്യേകം ഒരു മുസ്ഹഫുകൾ ഉണ്ടായിരുന്നു. ഇന്ന് ആർക്കാണ് എനിക്കുള്ള മുസാഫാണ് ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളതെന്ന് പറയാൻ കഴിയുക? അതേപോലെ തന്നെ പള്ളികളിൽ ധാരാളം മുസ്ഹഫുകൾ പ്രായമുള്ളവർ ഓതുന്നവർ, അവരൊക്കെ അതിന് അടയാളം വെച്ചിട്ടുണ്ടാകും. 1 ജുസ് ഓതി, 2 ജുസ് ഓതി, 3 ജുസ് ഓതിയാൽ ഇവിടെ എത്ര ആളുകളാണ്? 100, 200, 300 ആളുകൾ, അല്ലെങ്കിൽ ഒരു സുബഹിക്ക് 150 ആൾ വരുമ്പോൾ എന്റെ മുസാഫ്, ഞാൻ ഓതുന്ന മുസാഫ് ഇന്നതാണെന്ന് പറയാൻ ആർക്കാണ് ധൈര്യമുള്ളത്? പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഓത്തുന്ന പാട്ട നമസ്കാരം കഴിഞ്ഞ് ഇറങ്ങിപ്പോയാൽ പിന്നെ കിടന്നുറങ്ങി. ഒരു ഖത്മുൽ ഖുർആൻ ആയാൽ തന്നെ അത്ഭുതമാണ്. അങ്ങനെ ആകരുത്. നമ്മുടെ ജീവിതം ഇരുമ്പിന് തുരുമ്പ് പിടിക്കുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിന്റെ ഒരു ഡോട്ട്, കറുത്ത പുള്ളികൾ ദോഷം ചെയ്യുന്നതിനനുസരിച്ച് വീടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് നീങ്ങാനുള്ള ഒരു മരുന്നാണ് വിശുദ്ധമായ ഖുർആൻ ഓതുക എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. പരിശുദ്ധമായ സൂറത്തുൽ വാഖിയ, സൂറത്തുൽ മുൽക്ക്, ഇതൊക്കെ നിത്യേന ഓതാൻ വേണ്ടി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാൾക്ക് ദാരിദ്ര്യം ഉണ്ടാകരുത് എന്നുണ്ടെങ്കിൽ അവൻ സൂറത്തുൽ വാഖിയ ഓതട്ടെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഒരു സ്വഹാബി വരി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാതെ ഇഷ്ടമുള്ള സ്വഹാബിയായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് ആ മഹാനുഭാവന്റെ ഖുർആൻ ഓത്ത് കേൾക്കുമായിരുന്നെന്ന് ഹദീസിലെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ആ
ആ മഹാനവൻ രോഗശയ്യയിൽ കിടക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ മഹാനെ ആ സ്വഹാബത്തിനെ കാണാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല വരുന്നു. മഹാനവറുകൾ വന്നുകൊണ്ട് എല്ലാം രോഗവിവരങ്ങളെല്ലാം ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അന്വേഷിക്കുകയാണ്. മഹാനവറുകൾ ചോദിക്കുന്നു, എന്താണ് നിങ്ങൾക്ക് സങ്കടമുള്ളത് എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ദുനൂബി, എന്റെ ദോഷത്തിനെ ചിന്തിച്ചുകൊണ്ട് ഞാൻ സങ്കടപ്പെടുന്നുണ്ട് എന്ന് മഹാനവറുകളോട് ചോദിച്ചപ്പോൾ എന്താണ് പ്രയാസമെന്ന് വീണ്ടും ചോദിച്ചപ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് ഞാൻ ആഗ്രഹിക്കുകയാണെന്ന് മഹാനവറുകൾ ചോദിക്കുന്നു. വീണ്ടും എന്താണ് നിങ്ങൾക്ക് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ദേശിച്ചത്? എന്തെങ്കിലും സാമ്പത്തികമായി പണമോ പൈസയോ ആവശ്യമുണ്ടെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. ബഹുമാനപ്പെട്ടവർ വീണ്ടും ചോദിക്കുന്നു, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല, എനിക്കൊരു പ്രയാസമില്ല, അല്ലാഹുവിന്റെ റഹ്മത്താണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് വീണ്ടും പറഞ്ഞു. എന്നിട്ട് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല പറഞ്ഞു, സ്വഹാബാക്കൾ യുദ്ധത്തിലെല്ലാം പോയ ധാരാളം സ്വഹാബാക്കൾ, അതേപോലെ തന്നെ നിങ്ങൾ ചെറുപ്പത്തിൽ നിന്ന് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളല്ലേ, ഒരുപാട് യുദ്ധങ്ങളിൽ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വഹാബത്തിന്റെ കൂടെ ഉണ്ടായ ആളുകളല്ലേ, എല്ലാവർക്കും സമ്പത്തുകൾ അതുപോലെ തന്നെ കിട്ടുന്ന സ്വത്തുക്കളെല്ലാം വീതിച്ചു കൊടുത്തപ്പോൾ നിങ്ങൾ ഒന്നും വാങ്ങിയിട്ടില്ല, നിങ്ങളുടെ സമ്പത്ത് വാക്കിയിട്ട് അത് നിങ്ങൾ ആഗ്രഹിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറഞ്ഞു, ഞാൻ ദാരിദ്ര്യത്തിന് ഞാൻ ഈ മരണമാസന്നമാകുന്ന സമയത്തിൽ പോലും ഞാൻ പേടിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾക്ക് ധാരാളം പെണ്ണുമക്കളുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറഞ്ഞു, ഞാൻ ഒരിക്കലും എന്റെ പെണ്ണുമക്കളെ ഞാൻ ദാരിദ്ര്യത്തിന് ഭയപ്പെടുന്നില്ല. സമിഅതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണെന്ന് അറിയുമോ? പരിശുദ്ധമായ സൂറത്തുൽ വാഖിയ ഒരാൾ ഓതുകയാണെങ്കിൽ അവൻ ദാരിദ്ര്യത്തിനെ ഭയപ്പെടേണ്ടതില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ മക്കളുടെ കാര്യത്തിലോ എനിക്കോ ദാരിദ്ര്യത്തിനെ പേടിയില്ല എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറയുകയും എന്റെ ഹബീബ് വസിയ്യത്ത് ചെയ്തതുപോലെ എന്റെ മക്കളും പരിശുദ്ധമായ സൂറത്തുൽ വാഖിയ എല്ലാ ദിവസവും പാരായണം ചെയ്യുന്നുണ്ടെന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറയുകയുണ്ടായി. അതുകൊണ്ട് നമ്മുടെ നിയ്യത്തും അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസ് ഉണ്ടാകാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കുക. അല്ലാഹു തആല അതിനുള്ള